നാടോടിക്കൂട്ടങ്ങൾ നമുക്കെന്നും കൗതുകവും ഭയവുമാണ്. നാടോടികൾ തട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് നമ്മൾ അന്നും ഇന്നും കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്താറുമുണ്ട്. കളിയും കാര്യവുമായി നമ്മുടെ മനസ്സിലെന്നും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന നാടോടികളുണ്ട്. അതിൽ വാസ്തവമുണ്ട്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ നിരവധി സംഭവങ്ങളുണ്ട്. തിരുവനന്തപുരം ചാക്കയിൽ നാടോടിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തോടെയാണ് ഈ സംഘങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമായത്. ചാക്ക സംഭവത്തിലെ ദുരൂഹത തുടരുകയാണ്. അതിനിടെ അമ്പരപ്പിക്കുന്ന ചില സംശയങ്ങളും ഉയരുന്നുണ്ട്. കേരളത്തിൽ വ്യാപാരത്തിനെന്ന പേരിൽ എത്തുന്ന ചില നാടോടി സംഘങ്ങളുടെ പക്കലുള്ളത് സ്വന്തം കുട്ടികളല്ലെന്നാണ് സൂചന. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നത് 1,00,000-ഓളം നാടോടികളാണ്. ഇവരെല്ലാം തുറസായ ആളൊഴിഞ്ഞ പറമ്പുകളിലാണ് താമസം. ഇങ്ങനെ വരുന്നവരുടെ കയ്യിൽ കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഈ കുട്ടികൾ ഇവരുടേതാണോ എന്നത് സംബന്ധിച്ച് യാതൊരു അന്വേഷണവും നടത്തുന്നില്ല. നാടോടി സംഘങ്ങളുടെ കൈവശമുള്ള കുട്ടികൾ ഇവരുടെ സ്വന്തമല്ലെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ്. കുട്ടികളെ ഉപയോഗിച്ച് വ്യാപാരത്തിന്റെ മറവിൽ ഭിക്ഷാടനമാണ് ഇവർ നടത്തുന്നതെന്നും ആരോപണമുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന കുട്ടികളാകാം ഇതെന്നാണ് സംശയിക്കുന്നത്. ഇതര സംസ്ഥാനക്കാരാണ് നാടോടി സംഘങ്ങൾ. ഉപജീവനത്തിന്റെ പേരിൽ ഇവിടെ എത്തുന്നവർ കുഞ്ഞുങ്ങളെയും ഒക്കത്തിരുത്തിയാണ് പണമുണ്ടാക്കുന്നത്. ഇതിനു പിന്നിൽ മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുവെന്ന ആരോപണവും ശക്തമാണ്. 5 വയസ്സ് മുതലുള്ള കുട്ടികളും ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഈ കുട്ടികളും റോഡിൽ കച്ചവടം നടത്തുന്നുണ്ട്. ഈ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും അന്യമാണ്. ചാക്കയിൽ നിന്ന് കാണാതായ 2 വയസ്സുകാരിയെ നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ 19 മണിക്കൂറിന് ശേഷമാണ് കണ്ടെത്തിയത്. സംഭവം അറിഞ്ഞ് കുട്ടിയുടെ മാതാപിതാക്കളുടെ ബന്ധുക്കൾ കേരളത്തിൽ വന്നിരുന്നു. ഇവർ വന്നതാകട്ടെ വിമാനത്തിലും. സാമ്പത്തിക ഭദ്രതയുള്ളവരാണിവർ എന്നതിന്റെ തെളിവാണിത്. കുട്ടിയെ കണ്ടെത്തിയ ഉടൻ പോലീസ് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ കുട്ടിയെ വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി. ഇതിൽ സംശയം തോന്നിയ പോലീസ് കുട്ടിയുടെ DNA ടെസ്റ്റ് നടത്താനൊരുങ്ങുകയാണ്. നാടോടികളായ ദമ്പതികളുടെ കുഞ്ഞാണോ എന്നറിയാനാണ് ഈ പരിശോധന. നാടോടികൾ കുട്ടികളെ ഉപയോഗിച്ചാണ് തെരുവ് കച്ചവടം പൊടിപൊടിക്കുന്നത്. പൊരിവെയിലത്തും ഇത്തരം സംഘങ്ങളുടെ ഒക്കത്ത് 6 മാസം പോലും പ്രായമാകാത്ത കുട്ടികൾ വരെ ഉണ്ടാകും. കേരളത്തിലെത്തുന്ന നാടോടികൾ എവിടെ നിന്നാണ് വരുന്നതെന്നോ എന്തിനാണ് വരുന്നതെന്നോ ഇവരുടെ യഥാർത്ഥ തൊഴിൽ സംബന്ധിച്ചോ പശ്ചാത്തലം സംബന്ധിച്ചോ ആർക്കും ഒന്നും അറിയില്ല. എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നാടോടികളെ കുറിച്ചുള്ള കാര്യങ്ങൾ വാർത്തകളിൽ പോലും നിറയുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് മാത്രമാണ് കേരളത്തിൽ രജിസ്ട്രേഷൻ സംവിധാനം തൊഴിൽ വകുപ്പ് നടത്തുന്നത്. നാടോടികളുടെ കാര്യത്തിൽ ഇതിനായി യാതൊരു സംവിധാനവുമില്ല. മന്ത്രിമാരും പ്രതിനിധികളും ഉൾപ്പെടെ പോകുന്ന വഴികളിൽ തന്നെയാണ് നാടോടി സ്ത്രീകൾ അടങ്ങുന്ന സംഘത്തിന്റെ കച്ചവടം. അവർക്ക് മുന്നിലേക്കും ഇത്തരം ആളുകൾ സാധനങ്ങൾ വിൽക്കാൻ എത്താറുമുണ്ട്. എന്നാൽ അവരുടെ ഒക്കത്തിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർ ആരൊക്കെയാണ് എന്തിനാണ് കുട്ടികളെയും കൂട്ടി ഇത്തരം കച്ചവടം ചെയ്യുന്നതെന്നും അന്വേഷിക്കാറുമില്ല. നാടോടി സംഘങ്ങളെ മോഷണ കേസുകൾ പിടികൂടിയ നിരവധി സംഭവങ്ങളുമുണ്ട്. സംഘങ്ങളായെത്തുന്ന ഇവർ ഉത്സവ പറമ്പുകളിലും ആൾക്കൂട്ടമുള്ള ജംഗ്ഷനുകളിലും ആശുപത്രികളിലും കേന്ദ്രീകരിച്ചാണ് മോഷണം നടത്തുന്നത്. പ്രതികളെ പിടികൂടുന്ന പോലീസ് ഇവരെ ജയിലിലാക്കുകയും ചെയ്യാറുണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞ് ഈ സംഘങ്ങൾ ജയിലിൽ നിന്നിറങ്ങി വീണ്ടും മോഷണം നടത്താറാണ് പതിവ്. ഇങ്ങനെ നിരവധി മോഷണ കേസുകളിൽ പലതവണ പിടികൂടിയിട്ടുള്ള നാടോടി സംഘങ്ങളുണ്ട്. ഇവരിൽ ചിലർ അക്രമവാസനയുള്ളവരാണെന്ന് പോലീസ് തന്നെ പറയുന്നു. കൊച്ചു കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കേണ്ട ബാലാവകാശ കമ്മീഷനും കണ്ണടയ്ക്കുകയാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും ഈ സംഭവങ്ങളോട് പ്രതികരിക്കാൻ പോലും സമയമില്ല. കൊച്ചു കുട്ടികളെ ഉപയോഗിച്ച് തെരുവ് വ്യാപാരം നടത്തുന്നതിനെതിരെ കേസെടുക്കാൻ പോലും കേരളത്തിലെ നിയമ സംവിധാനം തയ്യാറാകുന്നില്ലെന്നതാണ് വസ്തുത. സ്വമേധയാ കേസെടുക്കാവുന്ന കാര്യങ്ങളാണിവ. എന്നാൽ ഇതൊന്നും തങ്ങൾ കണ്ടിട്ടേയില്ലെന്ന മട്ടിലാണ് ബാലാവകാശ കമ്മീഷനും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും പോലീസും. ചിലയിടങ്ങളിൽ പകൽ സമയത്ത് ഇവരുടെ വ്യാപാരം കണ്ടാൽ പോലീസുകാർ വിരട്ടി ഓടിക്കാറാണ് പതിവ്. ഈ സമയം ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് ഇവരുടെ കച്ചവടം മാറ്റും. സംശയകരമായ പല കാര്യങ്ങളും മുന്നിൽ നിൽക്കുമ്പോൾ നിയമ സംവിധാനങ്ങളുടെ നിശബ്ദത എന്തിനാണെന്ന ചോദ്യമാണ് ഉയരുന്നത്.